എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയുടെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ദഹനവും പോഷക സംവഹനവും എന്നായിരുന്നു ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ 2ാമത്തെ പാർട്ടിൽ ഹൃദയത്തിൻ്റെ ആ ഒരു ഭാഗമാണ് വരുന്നത്. പോഷക സംവഹനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രക്തം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇനി ഈ ഒരു ചാപ്റ്റർ പോകുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. 4 പാർട്ടാണ് ഹൃദയത്തിനുള്ളത്. നമുക്കറിയാം 4 അറകളുണ്ട്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, അതുപോലെ റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ മേലെ ഉള്ള 2 അറകളാണ് ഏട്രിയങ്ങൾ, താഴെയുള്ള 2 അറകളാണ് വെൻട്രിക്കിളുകൾ. അപ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. ആ ഒരു സശയത്തിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. അപ്പോൾ ആ ഒരു സശയം എന്താണ്? നമ്മുടെ ഡയഫ്രത്തിന് മുകളിലേക്കുള്ള ഭാഗമാണ് ആ ഒരു സശയം. അവിടെ ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. പെരികാർഡിയമാണ് ആ ഒരു ലെയറിൻ്റെ പേര്. നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ശ്വാസകോശത്തിൻ്റെ ഇരട്ട സ്ഥലം ചോദിക്കാറുണ്ട്, അതുപോലെ മസ്തിഷ്കത്തിൻ്റെ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെയും ചോദിക്കാറുണ്ട്. പെരികാർഡിയമാണ്. പെരികാർഡിയത്തിൽ പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. എന്താണ് പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഘർഷണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തടയാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പെരികാർഡിയൽ ദ്രവം ഹെൽപ്പ് ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ വെസൽസിലൂടെയും ഫുള്ള് രക്തം ഓടുകയാണ്. അപ്പോൾ രക്തമാണ് നമ്മുടെ ജീവൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഓക്സിജൻ കൊണ്ടെത്തിക്കുന്നു, അതുപോലെ പോഷകങ്ങൾ കൊണ്ടെത്തിക്കുന്നു, അതിനൊക്കെ രക്തം വേണം. അപ്പോൾ ഇത് പമ്പ് ചെയ്ത് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവമാണ് ഹൃദയം. അതുപോലെ ഹൃദയത്തിൻ്റെ ഒരു വിശേഷണമാണ് ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? വലത് ഏട്രിയം, ഇടത് ഏട്രിയം, അതായത് ഓറിക്കിളുകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏട്രിയവും ഓറിക്കിളും സെയിം ആയിട്ടുള്ള പേരുകളാണ്. അടുത്തതായിട്ട് വലത് വെൻട്രിക്കിളും ഇടത് വെൻട്രിക്കിളും. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ അറകളാണ് ഇവ. ഇടത് ഏട്രിയത്തിനെയും ഇടത് വെൻട്രിക്കിളിനെയും തമ്മിൽ വേർതിരിക്കുന്ന വാൾവാണ് ബൈകസ്പിഡ് വാൾവുകൾ. ബൈകസ്പിഡ് വാൾവിൻ്റെ മറ്റൊരു പേരാണ് മിട്രൽ വാൾവ്. വലത് ഏട്രിയത്തിനെയും വലത് വെൻട്രിക്കിളിനെയും വേർതിരിക്കുന്ന വാൾവാണ് ട്രൈകസ്പിഡ് വാൾവുകൾ. അപ്പോൾ വലത്ത് ഭാഗത്താണ് കൂടുതൽ എണ്ണം ഉള്ളതെന്ന് ഓർക്കുക. അതായത് 3 അറകൾ, 3 വാൾവായിട്ട് 3 പാർട്ടായിട്ടുള്ള വാൾവുള്ളത് വലത് ഭാഗത്താണെന്ന് ഓർക്കുക. നമുക്ക് വലത് ഭാഗമല്ലേ കൂടുതൽ കംഫർട്ടബിൾ. അപ്പം വലത് ഭാഗത്താണ് കൂടുതൽ നമ്പേഴ്സ് ഉള്ളതെന്ന് ഓർക്കുക. അപ്പം ട്രൈകസ്പിഡ് വാൾവാണ്. എന്നാൽ ബൈകസ്പിഡ് വാൾവിൻ്റെ മറ്റൊരു പേരാണ് മിട്രൽ വാൾവ്. അതും 1 വേർഡായിട്ട് ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൃദയത്തിൻ്റെ വലത്തെ ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് ഊർധ്വ മഹാസിര, അതുപോലെ അധോ മഹാസിര. അപ്പോൾ 2 സിരകളാണ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത്. അതുപോലെ രക്തം തിരിച്ചു കൊണ്ടുപോകുന്നത് ഏതാണ്? ധമനികളാണ്. അപ്പോൾ അവിടെ ഇനി നമുക്ക് ആ ഒരു ഡയഗ്രത്തിൽ നോക്കാം. അവിടെ സുപ്പീരിയർ വീനക്കാവ, അതുപോലെ ഇൻഫീരിയർ വീനക്കാവ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ റൈറ്റ് ഏട്രിയത്തിലേക്കാണ് രക്തമെത്തുക. അവിടെ നിന്ന് ട്രൈകസ്പിഡ് വാൾവിലൂടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് രക്തമെത്തും. അതിനുശേഷം എങ്ങോട്ടാണ് രക്തം പോകുന്നത്? പൾമിനറി ആർട്ടറിയിലൂടെ ലങ്സിലേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് അശുദ്ധമായ രക്തമാണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തമാണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നത്. അതിനുശേഷം അത് ഓക്സിജനേറ്റഡ് ആക്കാൻ വേണ്ടിയാണ് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത്. ആരാണ് കൊണ്ടുപോകുന്നത്? പൾമിനറി ആർട്ടറിയാണ്. അതിനുശേഷം അത് ഓക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ച് എവിടെയാണ് എത്തുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് നമ്മുടെ ബൈകസ്പിഡ് വാൾവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് രക്തമെത്തുന്നു. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ആരോ മാർക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീനക്കാവ വഴി ഓക്സിജൻ ഇല്ലാത്ത രക്തം എവിടെ എത്തുന്നു? റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്നു. അത് നേരെ റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു, പിന്നെ റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്നു, പിന്നെ ഡയറക്റ്റായിട്ട്
പൾമിനറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകുന്നു. അതിനുശേഷം ഓക്സിജൻ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലഡ് എങ്ങോട്ട് എത്തുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലും തുടർന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലും എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് അയോട്ട വഴിയാണ് നമ്മുടെ ബാക്കിയുള്ള ടിഷ്യൂസിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയോട്ട വഴി ഇങ്ങനെ, ഇതാണ് അയോട്ട. അയോട്ട വഴി നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെ പോയിട്ട് ബാക്കി എല്ലാ ശരീര ടിഷ്യൂസിലേക്കും എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ബ്ലഡിൻ്റെ ഒരു സർക്കുലേഷൻ. അപ്പം ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ടിഷ്യൂസിലെല്ലാം എത്തുന്നു. അവസാനമായിട്ട് അങ്ങനെ 2 പാർട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിലൂടെ രക്തം കടന്നു പോകുന്നു. ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് രക്തം എത്തി, അതിനുശേഷം ലങ്സിൽ പോയിട്ട് ഓക്സിജനേറ്റഡ് ആയതിനു ശേഷം ഈ ഒരു ഭാഗത്തും രക്തമെത്തി. അപ്പോൾ അങ്ങനെ 2 പാർട്ടായിട്ട് 2 സമയത്തായിട്ട് നമുക്ക് ഡബിൾ സർക്കുലേഷൻ, ഇരട്ട പര്യന വ്യവസ്ഥയായിട്ട് അതിനെ പറയാം. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് രക്തം കടന്നു പോകുന്നതുകൊണ്ടാണ് ഇരട്ട പര്യന വ്യവസ്ഥയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിനുണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് ഹൃദയത്തിൻ്റെ ഒരു വർക്കിംഗ് ഫങ്ഷൻ നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ഇവിടെ കുറച്ച് വൺ വേർഡായിട്ട് ചെറിയ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫങ്ഷനിങ് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും ചേർന്നാണ് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത്. അടുത്തതായിട്ട് വലത്തെ ഏട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന അറയാണ് വലത് വെൻട്രിക്കിൾ. നമുക്ക് തൊട്ട് താഴെയുള്ള അറയിലേക്ക് വരുമല്ലോ, അപ്പോൾ അതാണ് വലത് വെൻട്രിക്കിൾ. വലത് വെൻട്രിക്കിളിൻ്റെ സങ്കോചത്തോടെ വലത് വെൻട്രിക്കിളിൽ നിന്ന് വലത് ഏട്രിയത്തിലേക്ക് രക്തം പുറകോട്ട് ഒഴുകുന്നത് തടയുന്ന വാൾവാണ് ട്രൈകസ്പിഡ് വാൾവ്. അപ്പോൾ ട്രൈകസ്പിഡ് വാൾവിൻ്റെ ഫങ്ഷനാണ്, അതിൻ്റെ ധർമ്മമാണ് ഇങ്ങനെ നേരെ പോകുന്ന ബ്ലഡ് തിരിച്ച് വന്ന വഴി പോകാതിരിക്കുക, തടയുകയാണ് ട്രൈകസ്പിഡ് വാൾവിൻ്റെ ധർമ്മം. അതുപോലെ തന്നെയാണ് അപ്പുറത്ത് ബൈകസ്പിഡ് വാൾവിൻ്റെയും ധർമ്മം. ഇടത് ഏട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന അറയാണ് ഇടത് വെൻട്രിക്കിൾ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സൈക്കിൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചാൽ തന്നെ ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇടത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളുകളിലേക്ക് രക്തം ഒഴുകാൻ സഹായിക്കുന്ന വാൾവാണ് ബൈകസ്പിഡ് വാൾവ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം, അതായത് വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റിയതിന് ശേഷം ഉള്ളതും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പോഷകങ്ങളുടെയും അളവ് കൂടിയതുമായ രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന കുഴലാണ് ഊർധ്വ മഹാസിര, അതായത് സുപ്പീരിയർ വീന കാവ. അപ്പോൾ സിരകളാണ് എത്തിക്കുന്നതെന്ന് പറഞ്ഞു, നമ്മൾ കണ്ടു. ഊർധ്വ മഹാസിരയുണ്ട്, അധോ മഹാസിരയുമുണ്ട്. അപ്പോൾ ഊർധ്വ മഹാസിരയുടെ ധർമ്മമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം കൊണ്ട് നമ്മുടെ ഏട്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നത്. ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം എത്തിക്കുന്ന കുഴലുകളാണ് സിരകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം വഹിക്കുന്നത് കുഴലുകളാണ് ധമനികൾ. തിരിച്ച് ഒരു ടിഷ്യൂസിലേക്കും കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ധമനികളാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. എന്താണ് കാരണം? നമ്മൾ നേരത്തെ അവിടെ ഒരു ഫങ്ഷൻ പറഞ്ഞു. അശുദ്ധ രക്തമായ റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്ന അശുദ്ധ രക്തം പൾമിനറി ആർട്ടറിയിലൂടെയാണ് എങ്ങോട്ട് പോകുന്നത്? ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അശുദ്ധ രക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. അപ്പോൾ നേരത്തെ നമ്മൾ ശുദ്ധരക്തം അശുദ്ധ രക്തം വഹിക്കുന്നത് സിരയും ധമനികളും ആണെന്ന് പഠിച്ചു വെച്ചല്ലോ. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ശ്വാസകോശ ധമനിയുടേത്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് ശ്വാസകോശ സിര, അതായത് തിരിച്ച് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻസും ഒരു എക്സെപ്ഷണൽ കേസായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ വലത് വെൻട്രിക്കിളുകളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശങ്ങളിലേക്കും ഇടത് വെൻട്രിക്കിളുകളിൽ നിന്നും മഹാധമനി വഴിയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും രക്തസംവഹനം നടക്കുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എങ്ങോട്ടാണ് ആ ഒരു സൈക്കിള്, രക്തം എങ്ങനെയാണ് ചംക്രമണം ചെയ്യുന്നതിൻ്റെ പാതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്വാസകോശ ധമനിയിലും മഹാധമനിയിലും പ്രവേശിച്ച രക്തം തിരികെ വെൻട്രിക്കിളുകളിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന വാൾവുകളാണ് സെമി ലൂണാർ വാൾവ്. അടുത്തതായിട്ട് സെമി ലൂണാർ വാൾവ് സാധാരണ വാൾവിൻ്റെ ധർമ്മം തന്നെ ആണ് വഹിക്കുന്നത്. അടുത്തതായിട്ട് രക്തം ശ്വാസകോശങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഓക്സിജൻ രക്തവുമായി കലർന്ന് ശുദ്ധരക്തമാകുന്നു. അപ്പോൾ എന്തിനാണ് ശ്വാസകോശത്തിൽ പോകുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്.
ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തം, അതായത് പോഷകങ്ങളുടെയും ഓക്സിജൻ്റെയും അളവ് കൂടിയത് പിന്നീട് ഹൃദയത്തിലെത്തിക്കുന്ന കുഴലാണ്, അതായത് ഇടത്തെ ഏട്രിയത്തിലെത്തിക്കുന്ന കുഴലാണ് ശ്വാസകോശ സിര, അതായത് പൾമിനറി വെയിൻ. അതായത് പൾമിനറി ആർട്ടറിയിലൂടെ പോകുന്നു, പിന്നെ പൾമിനറി വെയിനിലൂടെ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുന്നു. വെൻട്രിക്കിളുകളുടെ സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലുകളിലേക്ക് രക്തം ഒഴുകിയ ശേഷം 4 അറകളും ഒന്നിച്ച് പൂർവ്വസ്ഥിതിയിലെത്തുന്നു. ഹൃദയ അറകൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ മഹാസിരയിലെ രക്തം വലത് ഏട്രിയത്തിനും ശ്വാസകോശ സിരയിലെ രക്തം ഇടത് ഏട്രിയത്തിലും എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ സങ്കോചത്തിൽ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സങ്കോചത്തിൽ ആണ് വെൻട്രിക്കിളുകളിലേക്ക് എത്തുന്നത്. എന്നാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴാണ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുന്നത്. ഈ പ്രവർത്തനങ്ങൾ ചാക്രികമായി ആവർത്തിക്കുക വഴി രക്തം ശരീരത്തിലുടനീളം തുടർച്ചയായി പമ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ സങ്കോചവും അതുപോലെ പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് നമ്മുടെ ഈ രക്തം ഇങ്ങനെ ഒരു സംക്രമണം പോലെ നമ്മുടെ ശരീരത്ത് മുഴുവൻ എത്താനായിട്ടുള്ള കാരണം. അതാണ് ആ ഒരു പമ്പിങ്ങിൻ്റെ റീസൺ. ആ പമ്പിങ് നടക്കാനുള്ള കാരണം ഈ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ്. അടുത്തതായിട്ട് ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ് എന്താണെന്ന് നോക്കാം. ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, ജോയിൻ്റ് ഡയാസ്റ്റോൾ എന്നീ ഘട്ടങ്ങൾ ചേർന്നതാണ് ഒരു കാർഡിയാക് സൈക്കിൾ. അപ്പോൾ കാർഡിയാക് സൈക്കിൾ ഒരു സർക്കുലേഷൻ, ഒരു സംക്രമണം എങ്ങനെയാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്നാൽ ഏട്രിയൽ സിസ്റ്റോൾ, അതായത് ഏട്രിയങ്ങൾ അടയുന്നത്, സങ്കോചിക്കുന്നത്, പിന്നെ വെൻട്രിക്കിളുകൾ അടയുന്നത്, അതാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. അതുപോലെ ജോയിൻ്റ് ഡയാസ്റ്റോൾ എന്ന് വെച്ചാൽ രണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്. സിസ്റ്റോൾ എന്നാൽ സങ്കോചിക്കുകയും ഡയാസ്റ്റോൾ എന്നാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ്. ഏട്രിയം സങ്കോചിക്കുന്നതിൻ്റെ ഫലമായി ഏട്രിയത്തിൽ നിന്നും രക്തം ഒഴുകി വെൻട്രിക്കിളുകളിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടമാണ് ഏട്രിയൽ സിസ്റ്റോൾ. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്നതിൻ്റെ ഫലമായി രക്തം മഹാധമനിയിലേക്കും ശ്വാസകോശ ധമനിയിലേക്കും പ്രവേശിക്കുന്ന ഘട്ടമാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, സിസ്റ്റോൾ എന്ന് വെച്ചാൽ സങ്കോചമാണ്. അപ്പോൾ ഏട്രിയത്തിൻ്റെ സങ്കോചമാണ് ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കിളിൻ്റെ സങ്കോചമാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നും കൂടി ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ 4 അറകളും വിശ്രമിക്കുമ്പോൾ അധോമഹാസിരയിലെയും ഊർധ്വമഹാസിരയിലെയും ഓക്സിജൻ നീക്കപ്പെട്ട രക്തം വലത് ഏട്രിയത്തിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തം ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശ സിരയിലൂടെ ഇടത് ഏട്രിയത്തിലേക്കും പ്രവേശിക്കുന്ന ഘട്ടമാണ് ജോയിൻ്റ് ഡയാസ്റ്റോൾ. അപ്പോൾ എന്താണ് ജോയിൻ്റ് ഡയാസ്റ്റോളിൽ നടക്കുന്നത്? 4 അറകളും വിശ്രമിക്കുന്നു. അപ്പോൾ 4 അറകളും വിശ്രമിക്കുമ്പോൾ അധോമഹാസിരയിലെയും ഊർധ്വമഹാസിരയിലെയും ഓക്സിജൻ നീക്കപ്പെട്ട രക്തം വലത് ഏട്രിയത്തിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തം ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശ സിരയിലൂടെ ഇടത് ഏട്രിയത്തിലേക്കും പ്രവേശിക്കുന്ന ഘട്ടമാണ് ജോയിൻ്റ് ഡയാസ്റ്റോൾ. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ ആ ഒരു ഡയഗ്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പേരിട്ട് വിളിച്ചുവെന്ന് മാത്രം. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാകുന്നതിന് 0.8 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇത് 1 വേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. കാർഡിയാക് സൈക്കിളിൻ്റെ സമയം എത്രയാണ്? 0.8 സെക്കൻഡാണ്. ഒരു കാർഡിയാക് സൈക്കിളാണ് ഒരു ഹൃദയസ്പന്ദനം. അപ്പോൾ ഹൃദയസ്പന്ദനം എന്നത് 0.8 സെക്കൻഡാണ്. സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് 0.8 സെക്കൻഡ്. ഹൃദയം 1 മിനിറ്റിൽ 72 തവണ സ്പന്ദിക്കുന്നു. അപ്പം നമുക്ക് ചെറിയ അളവിൽ പറയുമ്പോൾ 0.8 പറയുന്നു, 1 മിനിറ്റിൽ പറയുമ്പോൾ നമ്മൾ 72 തവണ എന്ന് പറയുന്നു. അതാണ് സാധാരണ സ്പന്ദന നിരക്ക്. ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സിസ്റ്റോളും ഡയാസ്റ്റോളും അതാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്ന ഒരു വസ്തുത. ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിലെ ഭിത്തിയിലെ SA നോഡ് ആണ്. അപ്പോൾ വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് SA നോഡ് കാണപ്പെടുന്നത്. SA നോഡ് എവിടെയാണ് കാണുന്നതെന്ന് ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ തന്നെയാണ് SA നോഡ്. SA നോഡ് പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. പേസ് മേക്കർ പ്രവർത്തനക്ഷമമല്ലാത്തവരിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൃത്രിമ പേസ് മേക്കർ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഈ SA നോഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണ്. അപ്പോൾ ആ SA നോഡിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ
എന്തായാലും ഹൃദയത്തിന് തകരാറാണ്. അങ്ങനെയാണ് കൃത്രിമ പേസ് മേക്കറിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ആദ്യമായിട്ട് കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ECGയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. പിന്നെ എങ്ങനെയാണ് ECG വരുന്നത്, നമ്മൾ ഡയഗ്രത്തിൽ ഇങ്ങനെ ആ പച്ച ലൈൻസ് ഇല്ലേ, അതാണ് ECG എന്ന് പറയുന്നത്. ECG പരിശോധിച്ചാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തിയിലുടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ്. അപ്പോൾ ധമനി ഭിത്തിയിലെ തരംഗചലനമാണ് പൾസ് എന്ന് അറിയപ്പെടുന്നത്. പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും തുല്യമായിരിക്കും. പൾസ് അറിയാൻ പറ്റുന്ന രീതികൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് അറിയാൻ പറ്റുക? കൈത്തണ്ട, അതുപോലെ നെറ്റിയുടെ ഇരുവശങ്ങളിലും. ഹൃദയസ്പന്ദന നിരക്ക് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അപ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഹൃദയസ്പന്ദന നിരക്ക് അളക്കുന്നത്. ഹൃദയത്തിൻ്റെ സങ്കോച അവസ്ഥയാണ് സിസ്റ്റോൾ, അതുപോലെ വിശ്രമ അവസ്ഥയാണ് ഡയാസ്റ്റോൾ. 2 പേരുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവാണ് 70 ml. അപ്പോൾ 70 ml ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവാണ് 70 ml. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. അപ്പോൾ സിസ്റ്റോൾ എന്താണ്? സങ്കോചിക്കലാണ്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ ധമനികളിൽ ഉള്ള പ്രഷർ ആണ് സിസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ 120 mmHg ആണ്. ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ, അതായത് ഡയാസ്റ്റോൾ സംഭവിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന രക്തത്തിൻ്റെ അളവും 70 ml തന്നെയാണ്. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികൾക്കുള്ളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയാസ്റ്റോളിക് പ്രഷർ. അതായത് എത്രയാണ്? 80 mmHg ആണ്. അപ്പോൾ ധമനികളിൽ ഉയർന്ന മർദ്ദം ഉണ്ടാകുന്നത് എപ്പോഴാണ്? സിസ്റ്റോള് സംഭവിക്കുമ്പോഴാണ്. അത് 120 ആണ്. എന്നാൽ ഡയാസ്റ്റോൾ സംഭവിക്കുമ്പോൾ കുറഞ്ഞ മർദ്ദമേ ഉണ്ടാകുന്നുള്ളൂ. അത് 80 mmHg ആണ്. സിസ്റ്റോളിക് പ്രഷറും ഡയാസ്റ്റോളിക് പ്രഷറും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം. അതുകൊണ്ട് തന്നെ ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം 120 80 mmHg ആണ്. രക്തസമ്മർദ്ദം 120 80 mmHgയിൽ കൂടുന്നതാണ് ഹൈപ്പർ ടെൻഷൻ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം ഈ ഒരളവിൽ കുറയുന്നതാണ് ഹൈപ്പോ ടെൻഷൻ, അതായത് 120 80 mmHgയിൽ കുറയുന്നതാണ് ഹൈപ്പോ ടെൻഷൻ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസ്. അപ്പോൾ സിഗ്മോ മാനോമീറ്റർ നമ്മൾ എല്ലായിടത്തും പഠിക്കുന്ന ഒരു പേരാണ്. ഡിജിറ്റൽ BP അപ്പാരറ്റസ് കൂടിയുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അമിത ഉപയോഗം, പുകവലി, വ്യായാമത്തിൻ്റെ കുറവ്. അപ്പം രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗമാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു റീസൺസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് മനുഷ്യനിലെ രക്തപര്യനം എന്ന് പറഞ്ഞ് ഒരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ആ ഒരു ബോക്സിൽ ഹൃദയത്തിൻ്റെ അറകൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഊർധ്വമഹാസിര, അധോമഹാസിര കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് വലത് ഏട്രിയത്തിലേക്ക് രക്തം എത്തുന്നത്. അത് കഴിഞ്ഞ് വലത് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. പിന്നീട് ശ്വാസകോശ സിര വഴി ശുദ്ധീകരിക്കാൻ പോകുന്നു. എന്നിട്ട് ശ്വാസകോശത്തിലെത്തി ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇടത് ഏട്രിയത്തിലെത്തുന്നു. പിന്നീട് ഇടത് വെൻട്രിക്കിളിലെത്തുന്നു. പിന്നെ ടിഷ്യൂസിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്തായിട്ട് പൾമണറി പര്യനവും സിസ്റ്റമിക് പര്യനവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പാർട്ടായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഇരട്ട പര്യന വ്യവസ്ഥ നടക്കുന്നുവെന്ന്. അപ്പോൾ പൾമണറി പര്യനവും സിസ്റ്റമിക് പര്യനവും എന്താണെന്ന് നോക്കാം. സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ഉൾപ്പെടുന്നതാണ് മനുഷ്യനിലെ രക്തപര്യനം. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമണറി പര്യനം.
രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്നറിയപ്പെടുന്നു. അപ്പോൾ ദ്വിപര്യനം അല്ലെങ്കിൽ ഇരട്ട രക്തപര്യനം എന്നും അറിയപ്പെടുന്നു. രക്തത്തിലെ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ, മറ്റു ഘടകങ്ങൾ എന്നിവ ടിഷ്യൂ ദ്രവത്തിലൂടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. പോഷക ഘടകങ്ങളെ കോശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് സ്വാംശീകരണം. അപ്പം നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഗം കഴിഞ്ഞു. പിന്നെ എന്താണ് ഹൃദയത്തിൻ്റെ ആ ഒരു പാർട്ടിൽ ഈ സ്വാംശീകരണം കൂടി നടക്കുന്നുണ്ട്. കാരണം എന്താണ്? അവിടെ ടിഷ്യൂ ദ്രവത്തിലൂടെ പോഷക ഘടകങ്ങളും മറ്റു ഘടകങ്ങളും ഒക്കെ കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്വാംശീകരണം എന്താണ്? പോഷക ഘടകങ്ങളെ കോശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ഹൃദയ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യകരമായ ഭക്ഷണശീലം, BMI അനുസരിച്ച് ശരീരഭാരം ക്രമീകരിക്കൽ, പിന്നെ വ്യായാമം. BMI എന്താണ്? നമ്മുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ച് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒരു വെയ്റ്റിൻ്റെ അനുപാതമുണ്ട്. ആ ഒരു അനുപാതം നിലനിർത്തുക എന്നതാണ് BMI. പിന്നെ വ്യായാമം ചെയ്യുക, അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ഉൾപ്പെടുത്തുക. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുക. അടുത്തതായിട്ട് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് മൂലം ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് അതിറോസ്ക്ലീറോസിസ്. അപ്പോൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ്, ധമനി ഭിത്തിയിൽ അടിഞ്ഞുകൂടുന്നതാണ് അതിറോസ്ക്ലീറോസിസ്. കൊറോണറി ധമനിയിൽ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന അവസ്ഥയാണ് കൊറോണറി ത്രോംബോസിസ്. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് നമ്മൾ ത്രോംബോസിസ് എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പേര് ഓർത്ത് വെച്ചാൽ ഈ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന ഒരു രോഗമാണെന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. കൊറോണറി ത്രോംബോസിസ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും സ്ട്രോക്കിന് കാരണമാകുന്നു. അപ്പോൾ രക്തം കട്ട പിടിച്ചതിലൂടെ തന്നെ നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകാൻ കാരണമാകുന്നു. അതുപോലെ ലോക ഹൃദയ ദിനം എന്നാണ്, സെപ്റ്റംബർ 29-നാണ് ലോക ഹൃദയ ദിനം. പിന്നെ ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം, അതായത് ലോകത്ത് ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡേറ്റാണ് ഡിസംബർ 3. അത് ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനമായിട്ട് ആചരിക്കുന്നു. അതുപോലെ ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് 3-ആണ്. അപ്പോൾ അത് തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ ആ ഒരു ഡേറ്റാണ് ഓഗസ്റ്റ് 3. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എപ്പോഴാണ്? ഓഗസ്റ്റിലല്ലേ വരുന്നത്. അതുകൊണ്ട് ദേശീയം ഓഗസ്റ്റിലാണെന്ന് ഓർത്തു വെക്കുക. ലോകമാണ് ഡിസംബർ 3. അടുത്തതായിട്ട് സംവഹനം സസ്യങ്ങൾ. നമ്മൾ സംവഹനത്തെക്കുറിച്ചുള്ള ഭാഗത്ത് നമ്മുടെ മനുഷ്യനിലെ സംവഹനം ആ ഒരു പാർട്ട് കഴിഞ്ഞു. സസ്യങ്ങളിൽ എങ്ങനെയാണ് ഈ പോഷകങ്ങളും അതുപോലെ വെള്ളവും ഒക്കെ എങ്ങനെയാണ് സംവഹിക്കുന്നതെന്ന് നോക്കാം. സസ്യങ്ങളിലെ സംവഹന കലകൾ വാസ്കുലാർ ടിഷ്യൂസ്. വേരു മുതൽ ഇലകൾ വരെ പരസ്പര ബന്ധിതമായി വ്യാപിച്ചു കിടക്കുന്നു. വേരുകൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന സംവഹന കലയാണ് സൈലം. അപ്പോൾ ജലവും ലവണവും എത്തിക്കലാണ് സൈലത്തിൻ്റെ ഫംഗ്ഷൻ. സൈലത്തിലെ മൃതകോശങ്ങളായ ട്രക്കീഡുകളിലൂടെയും വെസലുകളിലൂടെയുമാണ് ജലത്തിൻ്റെ സംവഹനം നടക്കുന്നത്. അപ്പോൾ സൈലത്തിൽ തന്നെ 2 തരം കോശങ്ങളുണ്ട്, ട്രക്കീഡുകളും വെസലുകളും. നീളമുള്ള സ്പിൻഡിൽ ആകൃതിയുള്ളവയാണ് ട്രക്കീഡുകൾ. അപ്പോൾ ഈ ആകൃതിയൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നീളമുള്ള സ്പിൻഡിൽ ആകൃതിയാണ് ട്രക്കീഡുകൾക്ക്. ഇലകളിലെ ചെറു ഞരമ്പുകൾ രൂപപ്പെടുന്ന സൈലത്തിലെ ഭാഗമാണ് ട്രക്കീഡ്. അപ്പോൾ നമ്മൾ ഒരു ഉണങ്ങിയ ഇലയൊക്കെ എടുത്ത് നോക്കിയാൽ ചെറിയ ചെറിയ ഞരമ്പുകൾ കാണാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെ രൂപപ്പെടുത്തുന്ന ആരാണ്? സൈലത്തിലെ ട്രക്കീഡാണ്. കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയ സൈലത്തിലെ മൃതകോശമാണ് വെസൽ. നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്ന സൈലത്തിലെ ഭാഗമാണ് വെസലുകൾ. അപ്പം നീണ്ട പൈപ്പുകൾ പോലുള്ള ആകൃതിയാണ് വെസലിനുള്ളത്. സൈലത്തിലൂടെ ജലം സുഗമമായി ഇലകളിൽ എത്തിച്ചേരുന്നതിന് സഹായിക്കുന്ന പ്രതിഭാസങ്ങൾ: മൂലമർദ്ദം, ഓസ്മോസിസ്, സസ്യസ്വേദനം, കൊഹിഷൻ, അഡ്ഹിഷൻ. അതിൽ ഫസ്റ്റത്തെ പാർട്ട് റൂട്ട് പ്രഷർ, അതായത് മൂലമർദ്ദം എന്താണെന്ന് നോക്കാം. ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് വഴി വേരിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് മൂലമർദ്ദം. അപ്പോൾ ആ ഒരു മർദ്ദം വഴി നേരെ ഇലകളിലേക്ക് ഈ ജലം പോകും. അങ്ങനെ ആ ഒരു പ്രഷറാണ് അതിന് പിന്നിലെ തത്വം. സൈലം കുഴലിലെത്തുന്ന ജലത്തിൻ്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഓസ്മോസിസ് അഥവാ വ്യതിവ്യാപനം.
ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പ്രതിഭാസം. അപ്പോൾ അങ്ങനെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു തത്വമാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് ജലത്തിന് മാത്രമേ സംഭവിക്കാറുള്ളൂ. സൈലം കുഴലുകളിൽ നിന്ന് ജലം ഇലകളിലെ കോശങ്ങളിൽ എത്താൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് ഓസ്മോസിസ്. അപ്പോൾ അങ്ങനെ ഓസ്മോസിസിലൂടെയും നടക്കും. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്തരത്തിലൂടെ നീങ്ങുന്ന പ്രതിഭാസമാണ് ഓസ്മോസിസ്. അവിടെ ആ ഒരു കോശസ്തരമാണ് അവിടെ അർദ്ധധാര്യ സ്തരമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ജലതന്മാത്രകളിൽ മാത്രമേ ഈ ഓസ്മോസിസ് എന്ന പ്രതിഭാസം നടക്കുകയുള്ളൂ. അടുത്ത പ്രതിഭാസം എന്താണ്? സസ്യസ്വേദനം, ട്രാൻസ്പിരേഷൻ. ബാഷ്പീകരണം മൂലം ഇലകളിലെ കോശങ്ങളിലെത്തുന്ന ജലം പുറത്തേക്ക് പോകുന്ന പ്രതിഭാസമാണിത്. അപ്പോൾ സസ്യസ്വേദനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ബാഷ്പീകരണമാണ്. സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ അങ്ങനെ ആ സസ്യസ്വേദനത്തിലൂടെയും കുഴലുകളിലൂടെ വെള്ളം ഉയരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഉയർച്ചയ്ക്ക് കൊഹിഷൻ, അഡ്ഹിഷൻ എന്നീ ബലങ്ങളും സഹായിക്കുന്നു. ജലതന്മാത്രകൾക്ക് പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള കഴിവ്, അതായത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. അതിന് നേരെ ഓപ്പോസിറ്റാണ് അഡ്ഹിഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ. അതായത് അവ സഞ്ചരിക്കുന്ന കുഴലുകൾ തമ്മിൽ ജലതന്മാത്രയ്ക്കുണ്ടാകുന്ന ആ ഒരു ആകർഷണ ബലം. അപ്പോൾ ഇത്രയും പോയിന്റുകൾ, ഇത്രയും പ്രവർത്തനങ്ങളിലൂടെയാണ് സൈലത്തിൽ ജലം സുഗമമായിട്ട് ഇലകളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നത്. മൂലമർദ്ദം, ഓസ്മോസിസ്, സസ്യസേദനം, കൊഹിഷൻ, അഡ്ഹിഷൻ. അപ്പോൾ ഈ ഒരു 5 പ്രോസസ്സുകളും പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് ആഹാര സംവഹനത്തിന് സഹായിക്കുന്ന കലകളാണ് ഫ്ലോയം. അപ്പോൾ ഫുഡ് ഫോർ ഫ്ലോയം എന്നോർത്ത് വെക്കുക. നമുക്ക് ജലവും ഫുഡും എങ്ങനെയാണ് മാറിപ്പോവില്ലേ ചിലപ്പോൾ. അപ്പോൾ ഫുഡ് ഫ്ലോയമാണ്. ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമാണ് സീവ് നാളി. ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന ഫ്ലോയത്തിലെ ഭാഗമാണ് സീവ് നാളി. സീവ് നാളിയുടെ കുറുകെയുള്ള ഭിത്തിയിൽ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. ആഹാര തന്മാത്രകൾ സീവ് നാളിയിലെ കോശദ്രവ്യത്തിലൂടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. അപ്പോൾ സീവ് നാളിയാണ് അവിടെ ഭക്ഷണത്തിൻ്റെ സംവഹനത്തിന് സഹായിക്കുന്നത്. അത് കുറുകെയുള്ള ഭിത്തികളിലെ സുഷിരങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഭക്ഷണം എത്തിക്കുന്നു. സീവ് നാളികളിലൂടെ സൂക്രോസ് രൂപത്തിലാണ് സസ്യങ്ങളിൽ ആഹാര സംവഹനം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സൂക്രോസ് രൂപത്തിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. നമുക്കിങ്ങനെ സീവ് നാളിയിലൂടെ ഏത് രൂപത്തിലാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട് സൂക്രോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സൂക്രോസ് തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെയാണ് സൂക്രോസിൻ്റെ രൂപത്തിൽ സീവ് നാളികളിലേക്ക് ഊർജ്ജം ഉപയോഗിച്ച് കടത്തുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിനെ സൂക്രോസാക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്. സീവ് നാളികളിലേക്ക് സൂക്രോസ് കടത്തിവിടുന്നത്. സീവ് നാളികളിലൂടെയുള്ള സൂക്രോസിൻ്റെ സംവഹനം സാധ്യമാക്കുന്ന മർദ്ദമാണ് ടർഗർ പ്രഷർ. അപ്പോൾ നേരത്തെ നമ്മൾ മൂലമർദ്ദം അതുപോലെ ട്രാൻസ്പിരേഷനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടർഗർ പ്രഷർ എന്നൊരു പ്രതിഭാസമാണ് ഇതിന് കാരണമാകുന്നത്. എന്താണെന്ന് നോക്കാം. സീവ് നാളികളിലെ സൂക്രോസിൻ്റെ ഗാഢത കൂടുമ്പോൾ അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉയർന്ന മർദ്ദമാണ് ടർഗർ പ്രഷർ. അപ്പോൾ അതിൻ്റെ ഗാഢത, സൂക്രോസ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഗാഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൈലം നാളിയിൽ നിന്ന് നമ്മൾ ജലം കടമെടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു ജലത്തിൻ്റെ സഹായത്തോടെ ഒരു ടർഗർ പ്രഷർ ഉണ്ടാവുകയും അങ്ങനെ സംവഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. സീവ് നാളിയോട് ചേർന്ന് കാണപ്പെടുന്ന കോശങ്ങളാണ് സഹകോശങ്ങൾ, കമ്പാനിയൻ സെൽസ്. സഹകോശങ്ങളും സീവ് നാളികളിലൂടെയുള്ള ആഹാര സംവഹനത്തിന് സഹായിക്കുന്നു. അപ്പോൾ സഹകോശങ്ങൾ എന്താണ് ചെയ്യുന്നത്? സീവ് നാളിയിലൂടെയുള്ള സംവഹനത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഗട്ടേഷൻ എന്നൊരു പ്രതിഭാസം. ചെടികളിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഗട്ടേഷൻ. അതിരാവിലെ ചില സസ്യങ്ങളുടെ ഇലകളുടെ അരികുകളിൽ തങ്ങി നിൽക്കുന്ന ജലകണികകൾക്ക് കാരണമാണ് ഈ ഗട്ടേഷൻ. നമ്മൾ മഞ്ഞുവെള്ളത്തിലൊക്കെ നടന്നു പോകുമ്പോൾ കാണാറുണ്ടല്ലോ, നല്ല ജലത്തുള്ളികൾ സൈഡിലായിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കുന്നു. അതിന് കാരണം ഗട്ടേഷനാണ്. ദ്രാവക രൂപത്തിൽ ഇലകളിൽ നിന്ന് ജലം ഗട്ടേഷനിലൂടെ നഷ്ടമാകുന്നു. അപ്പം ജലം പുറത്തേക്ക് നഷ്ടമാകാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമായി ആണ് എന്ത്? ഗട്ടേഷൻ.
ഗട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ജലത്തുള്ളികൾ പുറത്തേക്ക് എത്തുന്നത്. വേരുകളിലൂടെയുള്ള ജലത്തിൻ്റെ ആഗിരണം കൂടുകയും സസ്യസ്വേദനം കുറയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഗട്ടേഷൻ സംഭവിക്കുന്നത്. അതായത് എപ്പോഴാണ്? തണുത്ത കാലാവസ്ഥയിലാണ് സംഭവിക്കുന്നത്. ജലത്തിൻ്റെ ആഗിരണം കൂടുമ്പോൾ എന്തായാലും ജലം ബാക്കി വരും, അങ്ങനെ പുറത്തേക്ക് വിടുന്നു. പിന്നെ സസ്യസ്വേദനം കുറയുന്നു, അതായത് ബാഷ്പീകരണ തോത് കുറഞ്ഞു വരുന്നു. നമ്മുടെ താപനില കുറയുമ്പോൾ എന്തായാലും ബാഷ്പീകരണ തോത് കുറയുമല്ലോ. അപ്പോൾ ആ തണുത്ത കാലാവസ്ഥയിൽ അങ്ങനെ ഗട്ടേഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നു. പ്രോട്ടീൻ, അന്നജം, കൊഴുപ്പ് എന്നീ രൂപത്തിൽ സസ്യങ്ങൾ സംഭരിക്കുന്ന ആഹാരം പരപോഷികളായ ജീവികൾക്ക് ആഹാരമാക്കുന്നു. എന്താണ് ഈ സംഭരണ സസ്യങ്ങളൊക്കെ ഇല്ലേ? കപ്പ, അതുപോലെ ചേമ്പ്, ചേന, അതൊക്കെ സംഭരണ വേരുകളാണ്. അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഫ്രൂട്ട്സിൽ സംഭരിച്ച് വെക്കുന്നു, പിന്നെ ഇലകളിൽ സംഭരിച്ച് വെക്കുന്നു. അതൊക്കെ സംഭരണം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക്, അതായത് പരപോഷികൾ ആരൊക്കെയാണ്? നമ്മുടെ ബാക്കിയുള്ള ചെടികൾ ഒഴികെയുള്ള ബാക്കി ജീവികളെല്ലാം, അവരെല്ലാം ഈ സംഭരണം എന്ന ആ ഒരു പ്രോസസ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു. അപ്പം ഈ ഒരു പദാർത്ഥ സംവഹനത്തിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെടികളുടേതും പറഞ്ഞു, നമ്മുടെ മനുഷ്യൻ്റേതേയും പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു പോർഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. താങ്ക് യു.